ഇനി നമ്മൾ 19ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. 19ാമത്തെ ചോദ്യം ഡിഫറൻഷ്യൽ ഇക്വേഷനകത്തെ സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിനകത്തെ ചോദ്യം വന്നിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് എഴുതുന്നതാണ് കുറച്ചുകൂടി എളുപ്പം. നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. സോ ഞാൻ ഇതിനെ എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ പാറ്റേണിലേക്ക് മാറ്റുകയാണ്. സോ അപ്പോൾ എക്സ് ഡി വൈ മൈനസ് വൈ ഡി എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി എക്സ് എന്ന് നമുക്ക് തന്നിരിക്കുന്നില്ല. ഞാൻ ഇതിനെ ത്രൂ ഔട്ട് ഇവിടെ ഒരു എക്സ് സ്ക്വയർ കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്തു, ഇവിടെ ഞാൻ ഒരു എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇവിടെ നോക്കിയാൽ എക്സ് സ്ക്വയർ കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്തപ്പോഴത്തേക്ക് ഇത് ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഡിനോമിനേറ്റർ ഡിവൈഡ് ഡിനോമിനേറ്റർ ഹോൾ സ്ക്വയർ നമുക്ക് കിട്ടി. അതായത് ആക്ച്വലി ഇവിടെ ഡെറിവേറ്റീവ് ഓഫ് വൈ ബൈ എക്സ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ദെൻ ഇവിടെ ഞാൻ ഈ എക്സ് അകത്തോട്ട് പോകണമെങ്കിൽ റൂട്ടിനകത്തോട്ടാക്കുമ്പോൾ 1 പ്ലസ് വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ എന്നാക്കുമ്പോൾ ഇവിടെ നമുക്കൊരു 1 ബൈ എക്സ് ഡി എക്സ് വരണം. എന്തുകൊണ്ടാണ്? ഇവിടെ ഞാൻ റൂട്ട് അത് എങ്ങനെ എടുക്കുവാണ്, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എക്സ് ഇൻറ്റു ആ എക്സ് സ്ക്വയറിൽ ഒരു എക്സ് ഞാൻ ഇവിടെ ഇട്ടു. ഈ എക്സ് അകത്തോട്ട് പോകുമ്പോഴേ സ്ക്വയർ വരുള്ളൂ, അകത്തോട്ട് കൊടുത്തു. ദെൻ റിമൈനിങ് ഉള്ളൊരു എക്സ് ആണ് ആ കിടക്കുന്നത്. റെഡി അല്ലേ? ഓക്കെ, സോ ഇനി നമുക്ക് വേരിയബിൾ സെപ്പറബിൾ ചെയ്യാം. ഇതിനെല്ലാം കൂടെ ഇവിടെ നമുക്ക് വൈ ബൈ എക്സ് അല്ലേ, സോ ഇനി ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും മക്കളെ? സോ നോക്കിക്കേ, ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാം കേട്ടോ. ഡി ഇൻറ്റു വൈ ബൈ എക്സ്, ദെൻ ഇവിടെ നമുക്ക് റൂട്ട് ഓഫ് 1 പ്ലസ് വൈ ബൈ എക്സ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1 ബൈ എക്സ് ഡി എക്സ്. ശരിക്കും പറഞ്ഞാൽ ഇത് എന്ത് ഫോർമുലയാണ് കിടക്കുന്നത്? ഇൻ്റഗ്രൽ ഡി യു ഡിവൈഡ് ബൈ 1 പ്ലസ് യു സ്ക്വയർ ഫോർമുല. ശരിക്കും അതെന്താ? ലോഗ് യു പ്ലസ് റൂട്ട് ഓഫ് 1 പ്ലസ് യു സ്ക്വയർ അല്ലേ? ആ ഫോർമുല തന്നെ ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്താൽ സോ എൽ എൻ y by x plus root of 1 plus y square by x square. then ഇവിടെ നമുക്ക് log x plus log c എന്ന് എഴുതാം, കാരണം നമ്മുടെ ഇൻ്റഗ്രേഷൻ കോൺസ്റ്റന്റ് കൂടെ വരും. സോ ലോഗ് എല്ലാം നമുക്ക് പോയി കഴിഞ്ഞാൽ y by x plus root of 1 plus y square by x square equal to നമുക്ക് cx എന്ന് കിട്ടും. ഓക്കെ, റെഡി. സോ ഇവിടെ എക്സ് സ്ക്വയർ കൊടുത്താൽ നമുക്കിവിടെ വൈ ബൈ എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എക്സ് ഈക്വൽ ടു സി എക്സ്. സോ അങ്ങനെയാണെങ്കിൽ എക്സ് എല്ലാം കൂടെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ വൈ പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു സി എക്സ് സ്ക്വയർ നമുക്ക് കിട്ടും. റെഡി അല്ലേ? എല്ലാം വളരെ പെട്ടെന്നാണ് ഈസിയായിട്ട് ചെയ്യാം. സോ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആണ് വൈ ഓഫ് 1 ഈക്വൽ ടു 0. എക്സിന് 1 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ 0 ആണെന്ന് പറയുന്നുണ്ട്. സോ 0 പ്ലസ് റൂട്ട് 1 ഈക്വൽ ടു സി, ദാറ്റ് ഇസ് സി ഈക്വൽ ടു നമുക്ക് 1 എന്ന് കിട്ടും. ഓക്കെ, സോ അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വൈ പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് തന്നെ കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? വൈ ഓഫ് 3 ആണ് കണ്ടുപിടിക്കേണ്ട. വൈ ഓഫ് 3. ഓക്കെ, വൈ ഓഫ് 3. വൈ ഓഫ് 3 എന്ന് പറഞ്ഞാൽ എക്സിന് നമ്മൾ 3 ഇട്ട് കൊടുക്കണം. ഓക്കെ, സോ വൈ പ്ലസ് 9 പ്ലസ് വൈ സ്ക്വയർ ദെൻ 9. സോ റൂട്ട് ഓഫ് 9 പ്ലസ് വൈ സ്ക്വയർ 9 മൈനസ് വൈ. റൂട്ട് കളയാൻ വേണ്ടി സ്ക്വയർ എടുത്തു. വൈ പ്ലസ് 9 സ്ക്വയർ, ദെൻ ഇവിടെ സ്ക്വയർ എടുത്ത മക്കളെ. സോ 9 സ്ക്വയർ 81 മൈനസ് 18 വൈ പ്ലസ് വൈ സ്ക്വയർ. വൈ സ്ക്വയർ കട്ടായി. ദെൻ നമുക്ക് എന്ത് കിട്ടും? 18 വൈ. ദെൻ അതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ദെൻ 81 മൈനസ് 9 നമ്മൾ ചെയ്യും, ദാറ്റ് ഈസ് 72 വരും. സോ വൈ ഈക്വൽ ടു 72 ബൈ 18 നമുക്ക് എത്ര കിട്ടും? 4 എന്ന് കിട്ടും. സോ 4 ഈസ് ദ റൈറ്റ് ആൻസർ, ഓപ്ഷൻ A 1. കണ്ടോ? എല്ലാം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ.